السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹ് ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹി മുഹറം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وعلى أمة محمد صلى الله عليه وسلم. ബഹുമാനവും അതിലേറെ ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസഘട്ടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് സലാമത്തിനെ ഈ ഒരു മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സകലവാന പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ശിഷ്ടകാലം അവന്റെ ത്വഅത്തിലായിട്ട് അവനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന സച്ചരിതരായ സുഹൃതവാന്മാരായ അടിമകളിൽ അള്ളാഹു നമ്മെല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. പരിശുദ്ധമായ മുഹറമിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ്. ആ മുഹറമിന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാനാണ്. മുഹറമിൽ കിട്ടുന്ന നേട്ടങ്ങൾ അത് മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിൽ കൊണ്ടുവന്ന് ഇഹപര വിജയം കരഗതമാക്കാനുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്താനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു അറിവ് അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശംസിയ കലണ്ടർ പ്രകാരം, അതല്ലെങ്കിൽ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് നമ്മൾ പറയാറുള്ള ഇംഗ്ലീഷ് മാസം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങൾ ഈ വർഷം സൂര്യനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വർഷമാണ്. എന്ന് വെച്ചാൽ ശംസിയ വർഷത്തിലുള്ള അഥവാ സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വർഷമാണ് ഇംഗ്ലീഷ് മാസം, വർഷം. എന്നാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, വർത്തമാന സാഹചര്യത്തിൽ ഒരു വർഷം അങ്ങ് കഴിയുമ്പോഴേക്ക് ന്യൂ ഇയറിന്റെ ആഘോഷ തിമിർപ്പിലാണ് എല്ലാവർക്കും വല്ലാത്ത ആഘോഷമാണ്. കാരണം ഡിസംബർ 31 രാവ്, ആ രാത്രി ഉറക്കൊളച്ച് രാത്രി കാത്തിരിക്കുകയാണ്. 12 മണിയാകുമ്പോ, രാത്രി സമയം 12 മണിയാകുമ്പോ ന്യൂ ഇയർ ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് ലോകമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിന്റെ, ധിക്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മനുഷ്യൻ മാറുമ്പോ, കള്ളിന് വേണ്ടി, പെണ്ണിന് വേണ്ടി ന്യൂ ഇയർ ആഘോഷങ്ങൾ ആടിത്തിമിർക്കുമ്പോ, മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ന്യൂ ഇയർ ഉണ്ട്. അത് മുഹറം മാസമാണ്. ആ മുഹറം മാസം ഓർമ്മപ്പെടുത്തുന്നത് ചന്ദ്രന്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഹിജ്രി കലണ്ടർ അടിസ്ഥാനപ്പെടുത്തി 1-ാമത്തെ മാസമായി മുഹറം മാസം കടന്നു വരുമ്പോ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ആഘോഷത്തിമിർപ്പല്ല, ആവേശത്തിന്റെ അലമാലകളല്ല,
സന്തോഷത്തിന്റെ നൈമിഷിക നിമിഷങ്ങളല്ല. അവന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് എന്റെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ 1 വർഷം എന്നിൽ നിന്ന് കടന്നുപോയല്ലോ. അള്ളാഹു എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് എന്നെ പറഞ്ഞേക്കുന്ന സമയത്ത് അള്ളാഹു എന്നിൽ നിക്ഷിപ്തമാക്കിയ ഉത്തരവാദിത്വം, അത് കൃത്യമായി 1 വർഷക്കാലം എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1 വർഷക്കാലം എത്രമാത്രമാണ് എന്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ഞാൻ നടന്നു നീങ്ങിയത്? ഏതൊക്കെ രീതിയിലാണ് എന്റെ ജീവിതം ഞാൻ ഹോമിച്ചത്? എങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്? എന്റെ ഇബാദത്ത് എങ്ങനെയായിരുന്നു? എന്റെ റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിലാണോ ഞാൻ ജീവിച്ചത്? അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിലാണോ എന്റെ ജീവിതം ഉണ്ടായിരുന്നത്? ഇങ്ങനെ തുടങ്ങിയ ചിന്തകളാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഒരു പുതുവർഷം വരുമ്പോഴും ഹിജ്രി വർഷം കടന്നു വരുമ്പോഴും ഓരോ മനുഷ്യനെ സംബന്ധിച്ചും വലിയ വ്യത്യാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനിക്കും റബ്ബ് നൽകിയ ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രീതിയിലായി അവന്റെ ജീവിതം അല്ലാഹു സ്വീകരിക്കപ്പെടുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമ്മാറത്തും ബിസ്സൂ, അവന്റെ ശരീരം തെറ്റിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ കാണുമ്പോ, മോശത്തരങ്ങൾ കാണുമ്പോ അതിലേക്ക് മനുഷ്യനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുകയാണ് മനുഷ്യന്റെ ശരീരം. ആ ദേഹേച്ഛകളിൽ നിന്ന്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന്, വികാര വിചാരങ്ങളിൽ നിന്ന് അവന്റെ ശരീരത്തെ പിടിച്ചു നിർത്തപ്പെടുമ്പോഴാണ് അവന്റെ ജീവിതം അർത്ഥമുള്ളതായി മാറുന്നത്. അല്ലാഹു നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ള ജീവിതമാക്കി, അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതമാക്കി, നല്ല സന്തോഷകരമായ ഇഹപര വിജയത്തിന് നിദാനമാകുന്ന ജീവിതമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ യുദ്ധം എന്താണെന്നറിയോ? അതൊരാള് അവന്റെ സ്വശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ്. തെറ്റുകളിലേക്ക് അവന്റെ ശരീരത്തെ, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് അവന്റെ ശരീരത്തെ, അമ്മാറത്തും ബിസ്സൂ, അവന്റെ ശരീരം ഇങ്ങനെ വിളിക്കുമ്പോ, അവന്റെ ശരീരം, അവന്റെ ഹൃദയം അവനിക്ക് പ്രേരണ നൽകുമ്പോ അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഭയത്തോടുകൂടി പുതുവർഷമാണ്, മുഹറമാണ് വന്നിരിക്കുന്നത്. എന്റെ റബ്ബന്നിൽ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ജീവിതം അത് നഷ്ടത്തിലേക്കാണ്, എന്റെ ജീവിതം അത് നാശത്തിലേക്കാണ്, എന്റെ ജീവിതം അത് പ്രയാസത്തിലായി തീരും. നാളെ റബ്ബിന്റെ പരലോകത്ത് പാരാവാരം പോലെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പ്രയാസത്തിൽ അകപ്പെട്ടു പോകുമെന്ന ഓർമ്മയോടെ, ചിന്തയോടെ ജീവിക്കുന്ന മനുഷ്യരോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ പുതുവർഷ പുലരി നമ്മിലേക്ക് കടന്നു വന്നപ്പോ 50 കഴിഞ്ഞവൻ 51 വയസ്സായില്ലേ? 60 കഴിഞ്ഞവൻ 61ലേക്ക് കടന്നില്ലേ? 21ഉം 25ഉം കഴിഞ്ഞവന്റെ ജീവിതത്തിന്റെ വലിയ 1 വർഷക്കാലം അവൻ നിന്ന് കടന്നുപോയില്ലേ? ഓരോരുത്തരും ചിന്തിക്കേണ്ട യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അള്ളാഹു തന്ന ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവനിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആയുസ്, അവനിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ആരോഗ്യം, അവനിക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങള്. ആയുസും ആരോഗ്യവും സൗകര്യവും റബ്ബ് അവനിക്ക് കൊടുത്തിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കില് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞുവല്ലോ, ثم لتسألن يومئذ عن النعيم. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ കുറിച്ചാണ് ഞാനും നീയും ഭയക്കേണ്ടത്. നാളെ പരലോകം രക്ഷപ്പെടാൻ ഈ ഒരു പുതുവർഷ പുലരി വരുമ്പോ കഴിഞ്ഞ 1 വർഷക്കാലം എന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും പൊറുപ്പിച്ച്
വരുന്ന ഈ ഒരു വർഷക്കാലം റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് എന്റെ ജീവിതം. അതിനാണ് റബ്ബി അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നത്. ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിന്റെ ജീവിതം അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാവണോ? നിന്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകേണ്ടത്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യം, അത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മാർത്ഥത ഉണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, ഭയഭക്തി ഉണ്ടാവണം. നിസ്കാരമാവട്ടെ, സ്വതക്കയാവട്ടെ, മറ്റു ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇത് ഇന്നലെയോ അല്ല. ഈ ഒരു ഇസ്ലാമിക കലണ്ടർ പ്രകാരം, ഹിജ്രി കലണ്ടർ പ്രകാരം ഒരു ന്യൂ ഇയർ വരുമ്പോ അവന്റെ ജീവിതത്തോട് പടപൊരുതേണ്ടത്, അവന്റെ ജീവിതത്തെ ഖൈറിലേക്ക് നയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു മാർഗ്ഗം ഏതാണെന്നറിയോ? ഏറ്റവും നല്ല സമയം ഇത്തരം നല്ല മുഹറം മാസങ്ങളൊക്കെ. ആ മുഹറം മാസത്തിൽ അള്ളാഹു ബഹുമാനിച്ച 4 മാസങ്ങളെ പരിചയപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലികദ്ദീനുൽ ഖയ്യിം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, إن عدة الشهور عند الله 12 شهرا في كتاب الله. ഈ പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചമണ്ഡലത്തെ, ഈ ആകാശഭൂമിയെ അല്ലാഹു സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ 12 മാസമാണ് കണക്കാക്കിയത്. ഒരു വർഷത്തിൽ 12 മാസമാണ് കണക്കാക്കിയത്. അതിൽ ആ വർഷത്തിൽ അള്ളാഹു ഏത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും ആ വർഷത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തിരുന്ന മാസം അത് മുഹറം മാസമായിരുന്നു. തീർന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ ഒരു 4 മാസമുണ്ട്. ആ 4 മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭൂമി ലോകത്തെ മുഴുവനും പടക്കുന്ന സമയത്ത് 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ അള്ളാഹു ബഹുമാനിച്ച മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങള്, പവിത്രമായ 4 മാസങ്ങള്. എത്രത്തോളം എന്നറിയോ? ഹറമത്തുൽ മുഖാതലതി ഫീഹാ മൻസൂഖാ, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ദാലികദ്ദീനുൽ ഖയ്യിം. ഇത് തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ദീനു ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ദീന്. പരസ്യമായി അങ്ങനെ തന്നെയാണ് അറബികൾ പറഞ്ഞിരുന്നത്. ഇസ്മാഈൽ നബിയിൽ നിന്നും ഇബ്രാഹിം നബിയിൽ നിന്നും വറാസത്തായി പിടിച്ചതാണ്. അങ്ങനെയാണ് ഈ 4 മാസത്തെ അനുസരിച്ച് പാരമ്പര്യമായി ആദരിക്കൽ പതിവുണ്ടായിരുന്നു. പരിശുദ്ധമായി ഇസ്ലാം വന്നപ്പോഴും അതിനൊട്ടും കുറവ് വരുത്തിയില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വകാനൂ യുഅല്ലിമൂന അശ്ഹുറുൽ ഹുറും. ഈ മാസങ്ങളെ ബഹുമാനിച്ചിരുന്നു, ഈ 4 മാസങ്ങളെ ബഹുമാനിച്ചിരുന്നു. എത്രത്തോളം? വയുഹർരിമൂനൽ ഖിതാല ഫീഹാ. ഈ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ അന്നത്തെ കാട്ടറബികൾ മടി കാണിച്ചിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് അവർ എത്രത്തോളം എന്നറിയോ? റജബ് വരുമ്പോഴും, ദുൽഖഅദ വരുമ്പോഴും, ദുൽഹിജ്ജ വരുമ്പോഴും, മുഹറം വരുമ്പോഴും ഫീഹാ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ 4 മാസങ്ങളാണ് ഞാൻ എണ്ണിയത്. ഈ 4 മാസങ്ങൾ വരുമ്പോ അറബികൾ സ്വന്തം വാപ്പയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ഘാതകനെ കണ്ടാൽ പോലും വെറുതെ വിടുമായിരുന്നു. അവൻ അവർക്ക് മാപ്പ് നൽകുമായിരുന്നു. ഉപ്പയെ കൊന്നവനെ കണ്ടാൽ പോലും പ്രതികാര മനോഭാവമുള്ളവരായി ഈ മാസങ്ങളിൽ അവര് റജബിലും ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും അവര് വരുമായിരുന്നില്ല എന്ന് ഇത് ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രമാണെങ്കിൽ ഖുർആൻ പറയട്ടെ,
ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് അക്രമം കാണിക്കരുത്. ഈ റജബ് പോലുള്ള, ദുൽഖഅദ പോലുള്ള, ദുൽഹിജ്ജ പോലുള്ള, മുഹറം പോലുള്ള ഏത് കാര്യങ്ങളും ചെയ്യാൻ, ഏത് കാര്യങ്ങളും തുടങ്ങാൻ വർഷത്തിൽ അല്ലാഹു തെരഞ്ഞെടുത്തിരുന്ന റജബ് മുഹറം ഉണ്ടല്ലോ, ആ മുഹറം മാസത്തില് നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചാൽ, നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം വലിയതാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളോട് അക്രമം കാണിക്കുമ്പോ ആ അക്രമത്തിന്റെ ശിക്ഷയും അതിന്റെ ഇഖാബും വലിയ കഠിന കഠോരമാണ്. അല്ലാഹുവേ നിങ്ങളെ കാക്കണേ റബ്ബേ. ഫഇന്നഹു അഅ്ളമുൽ വിസ്റാ, ഹറാമിന്റെ ഡോസേജ് കൂടും, ഹറാമിന്റെ പവർ കൂടും. ഈ ഒരു മാസത്തിൽ നന്മകൾ അധികരിപ്പിച്ചാൽ, ഖൈറാത്തുകൾ അധികരിപ്പിച്ചാൽ അതിന്റെ ശ്രേഷ്ഠതയാണോ നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അതല്ല ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ വന്ന അത് അബദ്ധസഞ്ചാരങ്ങളാണ്. ജീവിതത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് നിന്റെ യാത്രയെങ്കിൽ, ദൈനംദിനം പാപങ്ങളിലോട്ടാണ് നീ നടന്നു നീങ്ങുന്നതെങ്കിൽ, ഫഇന്നഹു അഅ്ളമുൽ വിസ്റാ, ചെയ്യുന്ന തെറ്റുകളുടെ ഭയാനകത, അതിന്റെ ശിക്ഷയുടെ ഭയാനകത അത് വലുതാണ്, വലുതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മുഹറമിനെ ബഹുമാനിച്ചാൽ, അതിന്റെ ദിവസങ്ങളെ ആദരിച്ചാൽ നിനക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാന്റെ ഹബീബായ തങ്ങള് പഠിപ്പിച്ച നേട്ടമാണ്. ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മദീനയുടെ രാജകുമാരനെ, ആമുനയുടെ മുത്തുമോനെ മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മാസത്തെ പരിഗണിച്ചാൽ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തടോ, ജീവിതത്തിൽ എത്ര പാപങ്ങളാണ് ചെയ്തത്. നിന്റെ കണ്ണുകൊണ്ട്, കൈകൊണ്ട്, നിന്റെ ശരീരം കൊണ്ട്, ശരീരത്തില് അല്ലാഹു നിനക്ക് ചെയ്തു തന്ന നിന്റെ അനുഗ്രഹങ്ങള്, ആ അനുഗ്രഹങ്ങളൊക്കെ എത്ര വേണ്ടാത്തരത്തിലൂടെയാണ് നീ ഉപയോഗിച്ചത്. നിന്റെ ആരോഗ്യം അത് തെറ്റിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയില്ലേ? നിന്റെ ശരീരത്തിൽ അല്ലാഹു തന്ന അവയവങ്ങളെ അതും തെറ്റിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തിയില്ലടാ. എത്ര പെണ്ണിനെയാണ് നോക്കിയത്, എത്ര തെറ്റുകളാണ് ചെയ്തത്, ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്, ജീവിതത്തിൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നടന്നു നീങ്ങിയില്ലടോ. അല്ലാഹു പൊറുക്കാത്ത, റബ്ബ് ഇഷ്ടപ്പെടാത്ത, റബ്ബൊരിക്കലും പൊറുക്കാത്ത തെറ്റുകൾ ചെയ്തെന്ന് വിചാരിച്ച് ഭയത്തോടെ ഇരിക്കണ്ട. എല്ലാം പൊറുക്കുന്ന നല്ല മാസവാ, എല്ലാം നിനക്ക് ഓഫർ കിട്ടിയ സമയമാ, നിനക്ക് അല്ലാഹു കനിഞ്ഞേകിയതാണടോ. ഈ മാസത്തെ നീ പരിഗണിച്ചാൽ എത്ര തെറ്റുകളാണ്, തെറ്റ് ചെയ്ത് കറുകറുത്തുപോയ, എന്ത് ചെയ്യുമ്പോഴും പേടിയില്ലാതെ, എന്ത് ചെയ്യുമ്പോഴും ഒരു പേടിയില്ല, എന്ത് ചെയ്യുമ്പോഴും പേടിയില്ല. തെറ്റിനാൽ കറുത്തുപോയ എന്റെ ഹൃദയം സംശുദ്ധമാക്ക് നാഥാ നീ എന്റെ ഹൃദയം. ജീവിതത്തിനന്ത്യമില്ലെന്നുള്ള നിനവ്, ആ ചിന്ത എന്നിൽ നിന്ന് മാറ്റി നിന്റെ നിനവ്. നമ്മളൊക്കെ വിചാരം എങ്ങനാ? ഏത് സമയം വന്നാലും, ഏത് സാഹചര്യങ്ങൾ വന്നാലും, എത്ര നല്ല സൗകര്യങ്ങൾ അല്ലാഹു ഒരുക്കി തന്നാലും, എത്ര നല്ല സമയങ്ങൾ അല്ലാഹു ഒരുക്കി തന്നാലും, ഈ താൽക്കാലികമായ ദുനിയാവിന്റെ പച്ചപ്പിന്റെ, ഈ ഒരു സുഖാഡംബരങ്ങളുടെ, ഈ ഒരു ദുനിയാവിന്റെ ഭൗതികതയുടെ പിന്നിലൂടെ ഓടി നടക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഒരു ഭൗതികതയുടെ പിന്നില് ഇതിന്റെ സുഖാനുഭൂതികളിലും മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈ ഒരു ജീവിതത്തില് എല്ലാം മതിമറന്ന് ജീവിക്കുന്ന സഹോദരി, താൽക്കാലികമായ നൈവിഷിക സുഖങ്ങളാണ്, അത് ശാശ്വതമാണെന്ന് വിട്ടിവേഷം ധരിക്കുന്ന അല്ലാഹുവേ, പൊട്ടന്മാരുടെ സ്വർഗത്തിലൂടെ ജീവിക്കുന്ന ആളുകളോടാണ് ഓർമ്മപ്പെടുത്തുന്നത്.
നിന്റെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തതാണെങ്കിലും അത് അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതാ. ആ പുറത്തു തരാൻ ഇനി നിന്റെ ജീവിതം മാറ്റുമെന്ന്, നിന്റെ ജീവിതത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുമെന്ന്, നിന്റെ ഹൃദയത്തിന് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടാൻ അവസരം അല്ലാഹു ഒരുക്കി തരുമ്പോ അത് ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരേ ഒരു ചിന്ത നിന്റെ ഹൃദയത്തിലുണ്ടോ? മാറുമെന്ന ഒരു ബോധം, ഒരു ദൃഢനിശ്ചയം, ഒരു തീരുമാനം നിനക്കുണ്ടോ? അല്ലാഹു നിന്നെ ഏറ്റെടുക്കുന്നതാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള്, അല്ലാഹുവിന്റെ മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണടോ, നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് മുഹറം. ഈ മുഹറമിനെ ബഹുമാനിച്ചാൽ അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നറത്തും റാഹത വഖ്തൽ മൗത്ത്. മരണം നന്നാവണോ? മരിക്കുമ്പോ നല്ലോണം പോണോ? നല്ലോണം മരിക്കണോ? നല്ല റാഹത്തോടെ മരിക്കണോ? ഇൻ അറത്തും റാഹത വഖ്തൽ മൗത്ത്. ലേ പേടിക്കണം നമ്മള്. വല്ലാത്ത വേദനയാണ് മരണം. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരണത്തിന്റെ വേദന ഓരോ രോമക്കുത്തിലും 300 വർഷത്തെ മരണവേദനയുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതായിട്ട് കാണാം. ഓരോ രോമക്കുത്തിലും 300 വർഷത്തെ വേദന. 70,000 മലക്കുകളുടെ അകമ്പടിയായിട്ട് ഖാബിലുൽ അർവാഹ് അസ്റായീൽ നിന്റെ ചാരത്ത് വരുമ്പോ ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ലടോ. ദുനിയാവിന്റെ സുഖങ്ങൾക്കും ദുനിയാവിന്റെ അത്യാർത്ഥികൾക്കും ആഡംബരങ്ങൾക്കും പിന്നിൽ പോകുമ്പോ ഒന്ന് അനങ്ങാൻ പോലും വിടില്ല. ഒരു സെക്കൻഡ് പോലും നിന്നെ ദുനിയാവിൽ താമസിപ്പിക്കില്ല. അജലെത്തിയാൽ, അവധിയെത്തിയാൽ അപ്പോ മഹാനായ ഖാബിലുൽ അർവാഹ് അസ്റായീലിന്റെ റൂഹിനെ പിടിക്കും. അത് വല്ലാത്ത വേദനയാണ്. നബി പറഞ്ഞില്ലേ, ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ട്, ലോകത്തിന്റെ പ്രവാചകരാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാൻ, ഈ അണ്ഡകടാഹത്തിൽ കാണുന്ന മുഴുവൻ ജന്തുക്കളെയും ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എന്ന് വേണ്ട ഈ ഭൂമി ലോകത്തെ തന്നെ പടക്കാൻ കാരണഭൂതരായ മുത്തുനബിയുടെ അവസാന സമയമെന്ന ചരിത്രം എടുത്തൊന്ന് പഠിക്ക്. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ട് മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിക്കുകയാണ്. ചോദിച്ചു, എന്തേ നബിയേ, എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? ആയിഷ ബീവിയോട് നിറകണ്ണുകളോട് മുത്തുനബി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. മുത്തുനബി പറഞ്ഞ ഒരു മറുപടി, ഇന്നൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. വേദനയാണ്, അസഹനീയമായ വേദനയാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, ഓർക്കാൻ കഴിയാത്ത വേദനയാണ്. ലോകത്തിന്റെ മുത്തുനബി, ഈ പ്രപഞ്ചത്തിന്റെ തിരുദൂതർ പോലും പൊട്ടിക്കരഞ്ഞ വേദന, ആ പ്രവാചകരാ വേദന അനുഭവിച്ചു എങ്കിലോ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്കതിന്റെ വേദനയുടെ എത്ര ഇരട്ടി വേദനയാണോ ലഭിക്കാനുള്ളത്? അല്ലാഹുവേ, മരണവേദന ലഘൂകരിക്കാനാണ് മുത്തുനബി പഠിപ്പിച്ചത്. ഇന്നറത്തും റാഹത വഖ്തൽ മൗത്ത്. മരണസമയം നല്ല വണ്ണം നിനക്ക് പോകണോ? മരണം അത് നിനക്ക് നല്ല നന്നാവണോ? ആ വല്ലാത്ത വേദനാജനകമായ, ആ പേടിപ്പെടുത്തുന്ന, ആ ഭയാനകമാകുന്ന, ആളുകൾ പേടിക്കുന്ന വല്ലാത്ത വേദനാജനകമായ ആ സമയം അത് നിനക്ക് സലാമത്ത് കിട്ടണോ? ചെയ്യേണ്ട ഒരേ ഒരു പണി എന്താ അറിയോ? ഈ മാസത്തെ മുഹറമിനെ ബഹുമാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിൽ നിന്നാണ് നിനക്ക് റാഹത്ത് കിട്ടാന്നറിയോ? മിനൽ അത്ഷി
മരണത്തിന്റെ സമയത്ത് വല്ലാത്ത ദാഹം നിനക്ക് അനുഭവപ്പെടുന്നതാണ്. മരണത്തിന്റെ സമയം ദാഹം നിനക്ക് അനുഭവപ്പെടുന്നതാണ്. മരണത്തിന്റെ സമയത്ത് വല്ലാത്ത അസഹനീയമായ ദാഹം, സഹിക്കാൻ കഴിയാത്ത ദാഹം നമ്മളൊക്കെ പാടാറുണ്ടല്ലോ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ, നബി തങ്ങളാൽ തുണ റബ്ബനാ. ആ ദാഹപരവശനായിട്ട് സകറാത്തിന്റെ സമയത്ത് നീ ഇങ്ങനെ കിടക്കുമ്പോ, ആ സമയത്ത് ദാഹമില്ലാതെ റാഹത്തോടെ മരിക്കണോ? ലഈനാക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ? മുഹറമിനെ ബഹുമാനിച്ചോ? തീർന്നില്ല. രണ്ടാമത് നിനക്ക് കിട്ടാൻ പോകുന്ന നേട്ടം വൽ ഖുറൂജി മഅൽ ഈമാൻ. ഏതൊരു മനുഷ്യന്റെയും അഭിലാഷമാണത്, ഏതൊരു മുഅ്മിനിന്റെയും ആഗ്രഹമാണത്, ഏതൊരു മുസ്ലിമിന്റെയും ഏതൊരു മുസ്ലിമിന്റെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. ജീവിച്ചതെങ്ങനെ എന്നല്ല, ജീവിതം എങ്ങനെയായിരുന്നു എന്നല്ല, അവസാനം അതർത്ഥമുള്ളതാവണം. അവസാന സമയം അതർത്ഥമുള്ളതാവണം. ആ പോക്ക് ഈമാനോട് കൂടെയുള്ള പോക്കാകണം. ആ ഫിത്രത്ത് നന്നാവണം, ആഖിബത്ത് നന്നാവണം. ഈമാനോടുകൂടെ മുസ്ലിമായിട്ട് നിനക്ക് മരിക്കണോ ചെറുപ്പക്കാരാ? പ്രിയപ്പെട്ട പെങ്ങളെ, ദൃശ്യശ്രാവ്യ പ്ലാറ്റ്ഫോമുകളില് റീൽസിന്റെ പിന്നാലെ പോയവളല്ലേ? കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഒരു മടിയും കൂടാതെ നിസ്കാരങ്ങള് കളയാക്കിയവളല്ലേ? നിന്റെ ജീവിതത്തിൽ റബ്ബ് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ഒരു മടിയും കൂടാതെ റബ്ബിന്റെ മുമ്പിൽ അഹങ്കാരിയായിട്ടെല്ലാം വിട്ടെറിഞ്ഞവളല്ലേ? നിനക്ക് ഈമാനോടുകൂടെ പോകണോ? മുഹറമിനെ ബഹുമാനിക്കണേ, ആദരിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായിട്ട് നിനക്ക് കിട്ടാൻ പോകുന്ന നേട്ടം, ഒന്ന് മരണസമയം സലാമത്താണ്, രണ്ട് ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, മൂന്ന് ഈമാനോടുകൂടെ നിനക്ക് മരിക്കാൻ കഴിയുകയാണ്, നാലാമത്തത് ആ മരണസമയം ആരും പേടിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഏതാണ് ആ അവസ്ഥ എന്നറിയോ? ആ അവസ്ഥ ദാഹിച്ച് പരവശനായിട്ട് നിൽക്കുമ്പോ നിന്റെ ചാരത്തേക്ക് പിശാച് വരുമടോ. നിന്റെ ചാരത്തേക്ക് നിന്നെ പഴപ്പിക്കാന്, അവൻ അനുയായികളെ ഉണ്ടാക്കാന്, അവനാളുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന് വഴിപ്പെട്ടാൽ, പിശാച്ചിനെ വഴിപ്പെട്ടാൽ നിനക്കെല്ലാം തരുമെന്ന് ഓഫർ തരുമ്പോ ആ സമയം അങ്ങ് പഴച്ചുപോയാൽ നിന്റെ ദുനിയാവ് അത് നഷ്ടത്തിലേക്കാ, നിന്റെ ജീവിതം അത് ശൂന്യമാ, നിന്റെ കഷ്ടപ്പാട് അത് നിഷ്ഫലമാണടോ. അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, മുഹറമിനെ ബഹുമാനിച്ചാൽ പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ നിനക്ക് കിട്ടും. തീർന്നില്ല. അതുകൊണ്ട് ഈ പവിത്രമായ 4 മാസങ്ങളെ നീ നിനക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആദരിക്കണേ, നിനക്ക് കഴിയുന്ന രീതിയിലൊക്കെ ബഹുമാനിക്കണേ. ആ ബഹുമാനിക്കാനുള്ള വഴിയും ഇതിന് ആദരവ് പ്രകടിപ്പിക്കാനുള്ള വഴിയും മുത്തുനബി പഠിപ്പിച്ചു. ബിക്കസറത്തി സിയാം, നോമ്പ് നല്ലോണം അധികരിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 1 മുതൽ 30 വരെ നോമ്പനുഷ്ഠിക്കൽ വലിയ പ്രതിഫലമുണ്ട്. 1 മുതൽ 30 വരെ വലിയ കൂലിയുണ്ട്. 1 മുതൽ 10 വരെയും വലിയ പ്രതിഫലാർഹമാണ്. 9, 10, 11 അനുഷ്ഠിക്കലും വലിയ മഹത്വമുള്ളതാണ്.
ഇതിനൊരു രഹസ്യമുണ്ട്. 9ഉം 10ഉം 11 അനുഷ്ഠിക്കൽ വലിയ മഹത്വമുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കാനുള്ള വലിയ ഒരു അതിന്റെ ഉള്ളിൽ ഒരു സിറുണ്ട്, ഒരു രഹസ്യമുണ്ട്, ഒരു ഹിക്മത്തുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കലും 10 നഷ്ടപ്പെട്ടു പോകരുത്. ഒരിക്കല് യഹൂദികളായ ആളുകൾ മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അവര് നോമ്പുകാരായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇന്ന് നോമ്പുകാരാണ്. കാരണം അന്നവർക്ക് മഹാനായ മൂസ നബിയും കൂടെയുണ്ടായിരുന്ന വിശ്വാസികളും ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ അതിന്റെ നന്ദി സൂചകമായി അവര് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അവര് വന്നിട്ട് മുത്തുനബിയോട്, അവര് നോമ്പുകാരായിട്ട് മുത്തുനബിയോട് വന്ന് പറഞ്ഞപ്പോ, അവര് നോമ്പുകാരാണെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ മുത്തുനബി പറഞ്ഞു, നഹനു അഹഖു. മഹാനായ മുത്തുനബി അവരോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവർ, നിങ്ങളെക്കാൾ മഹാനായ മൂസ നബിയോട് അടുത്തവർ അത് ഞങ്ങളാണ്. ആ പ്രവാചക പരമ്പരയിലെ ഒരു കണ്ണി ഞാനാണ്. ആ പരിശുദ്ധമായ ദീനിന്റെ വാഹകൻ അത് ഞാനാണ്. അല്ലാഹുവേ, ആ ഒരു യഹൂദികള് മുഹറം 10ന്റെ നോമ്പെടുത്തപ്പോ അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നോമ്പെടുക്കുകയും സ്വഹാബത്തിനോട് അത് കൽപ്പിക്കുകയും അള്ളാഹ് അടുത്ത വർഷം വരുമ്പോഴേക്കും അള്ളാന്റെ മുത്തുനബി ലോകത്തോട് വിട പറയുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. 9ഉം 10ഉം 11ഉം നോൽക്കണമെന്ന് മഹാന്മാര് പറഞ്ഞതിന്റെ ഒരേ ഒരു കാരണം എന്താണെന്നറിയോ? ഒരിക്കലും 10 നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് ഈ ഒരു മാസത്തില് മുത്തുനബി പഠിപ്പിച്ച ഈ 4 നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണോ? നല്ലോണം നോമ്പനുഷ്ഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ, ദിക്ർ പറയാൻ, ഇസ്തിഗ്ഫാർ പറയാൻ, ഖത്മുകൾ ഓതാൻ, പ്രാർത്ഥനയിൽ നിരതരാവാൻ അവര് തയ്യാറായിരുന്നു എന്ന് ചരിത്ര കിതാബുകളിൽ കാണാം. അതുകൊണ്ട് ഇബാദത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഈ പരിശുദ്ധമായ മുഹറമിൽ മാറ്റിവെക്കണേ. അല്ലാഹ് തൗഫീഖ് നസ്രീബാക്കണേ റബ്ബേ. ഈ 4 നേട്ടം കിട്ടാൻ, ഈ മാസത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ചെയ്തുപോയ വേണ്ടാത്തരങ്ങള്, ചെയ്തുപോയ തെറ്റുകള്, ചെയ്തുപോയ മോശത്തരങ്ങള്, അതിന്റെ മേൽ വല്ലാതെ ദുഃഖിക്കണം. ആലോചിച്ചു, എത്ര പെണ്ണുങ്ങളെ നോക്കിയിട്ടുണ്ട് കണ്ണുകൊണ്ട്, എത്ര അന്യപുരുഷന്മാരെ നോക്കിയിട്ടുണ്ട്, എത്ര വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലേ? കണ്ണുകൊണ്ട് നോക്കുന്നത് അത് കണ്ണിന്റെ വ്യഭിചാര. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. വിശുദ്ധ ഖുർആൻ എല്ലാം അല്ലാഹു ചോദ്യം ചെയ്യും. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലേ? കവിതാക്കൾ കൂടുന്ന കാലഘട്ട, നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജ് പോലും, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ മെസ്സേജ് പോലും ഹറാമാണെങ്കിൽ ആ ഹറാം അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലേ? എത്ര മ്യൂസിക്, അല്ലേ? ഹറാമാണ്. മ്യൂസിക് കേട്ടിട്ടുണ്ട്, എത്ര കളവ് പറഞ്ഞിട്ടുണ്ട്, എത്ര ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര നമീമത്താ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത് അല്ലേ? എത്ര വട്ട നമ്മൾ ഭാര്യയെ പ്രയാസപ്പെടുത്തിയത്, അവളെ വിഷമിപ്പിച്ചത്, അവളെ കരയിപ്പിച്ചത്, നമ്മൾ ഭർത്താവിനെ ശല്യപ്പെടുത്തിയിട്ടില്ലേ? എത്ര അയൽവാസികളോടാണ് നമ്മൾ അക്രമം കാണിച്ചത്, എത്ര ഉസ്താദുമാരോടാണ് മാന്യതയില്ലാതെ സംസാരിച്ചത്. തീർന്നില്ല, എത്ര ആളുകളോടാണ് പ്രയാസത്തോടെ നിങ്ങൾ ഇടപഴകിയത്. ഏതൊക്കെ രീതിയിലാണ് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നടന്നു നീങ്ങിയ മാനവാ, നിന്റെ ജീവിതം അത് റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണോ? നീ ചെയ്തു പോയ വേണ്ടാത്തരങ്ങളുടെ, തെറ്റുകളുടെ പേരിൽ നീ ദുഃഖിക്കാനാണ് അള്ളാഹു ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ തന്നിരിക്കുന്നത്. 4 നേട്ടം വെറുതെ കിട്ടൂല, നല്ലോണം നോമ്പൊൽക്കണം. അതുപോലെ തന്നെ ചെയ്തുപോയ പാപങ്ങൾ, മുൻഗാമികൾ ചെയ്തതുപോലെ ചെയ്തുപോയ പാപങ്ങളുടെ മേൽ നിങ്ങൾ ഖേദിക്കണേ. തീർന്നില്ല, 4 നേട്ടങ്ങൾ കിട്ടാനുള്ള മറ്റൊരു വഴി കൂടെ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, വദ്കുറൂ ഖാലിഖൽ അനാം.
ജഗന്നിയന്താവായ സർവേശ്വരനായ സർവാധിനാഥനായ ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പരിപാലകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ ഓർക്കാനുള്ള സമയം കൂടെ നിനക്ക് കിട്ടിയാൽ ഈ ഒരു മാസത്തെ ബഹുമാനിക്കലായി. നിന്റെ മരണം സന്തോഷവാ, ആ മരണവേദന ഇല്ലാതെ നിനക്ക് പോകാം, ദാഹമില്ലാതെ മരിക്കാം, പിശാചിന്റെ ഉപദ്രവമില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അങ്ങനെയായിരുന്നു. നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരേ ഒരാള് അല്ലേ, സയ്യിദുൽ അംബിയാ മഹാനായ സയ്യിദുൽ ഔലിയാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അല്ലേ. ഔലിയാക്കളുടെ നേതാവാണ് സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ആയിരുന്നു. എന്ത് കാര്യം കിട്ടിയാലും അല്ലാഹുവിനെ ഓർക്കും. ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, ജഗന്നിയന്താവായ റബ്ബിനെ ഓർക്കുക. ഏറ്റവും വലിയ റോൾ മോഡല് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. നമുക്ക് എന്തെങ്കിലും കിട്ടിയാല് ചിലപ്പോ ഇന്നത്തെ കാലത്തൊക്കെ എനിക്ക് ഉസ്താദേ അത് കിട്ടി, ഇത് കിട്ടി, അവിടെ അത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്നാ അത് തന്ന ആരാന്നുള്ളത് ഓർക്കാൻ നമുക്ക് സമയമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ട്, പക്ഷെ അത് തന്നതും അത് തരാനുള്ള വഴിയൊരുക്കിയതും ആരാന്നുള്ളത് ഓർക്കാൻ അത് നമുക്ക് സമയമില്ല. നീ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓർക്കയില്ല. അതൊക്കെ എന്റെ കഴിവുകൊണ്ടും എന്റെ പ്രശസ്തി കൊണ്ടും എന്റെ ഞാൻ വലിയ ആളായത് കൊണ്ടൊക്കെ എനിക്ക് കിട്ടിയതാണ് എന്നുള്ള ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു തോന്നലാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, എനിക്കെന്ത് കിട്ടിയാലും എനിക്കെന്ത് ലഭിച്ചാലും ഞാൻ അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ സന്തത സഹചാരിയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരാ, നിനക്കൊരു നല്ല പെണ്ണ് കിട്ടിയാൽ നീ ഓർക്കേണ്ടത് റബ്ബിനെയാ. പെണ്ണേ, ഈമാനുള്ള നല്ല ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയാൽ നീ റബ്ബിനെ ഓർക്കണേ. നിനക്കെന്ത് സൗകര്യം ലഭിച്ചാലും നിനക്കെന്ത് സൗഭാഗ്യം ലഭിച്ചാലും നിനക്ക് അല്ലാഹു എന്ത് ചെയ്തു തന്നാലും നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടോ, നിന്റെ വീട്ടിൽ സൗകര്യങ്ങളുണ്ടോ, നിന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ടോ, നാൾക്ക് നാൾ നിന്റെ ജീവിതം പച്ചപിടിക്കുകയാണ്, നിന്റെ ദൈനംദിനം നിന്റെ ജീവിതം സന്തോഷത്തിന് മേൽ സന്തോഷമാണ്. ഇതെല്ലാം ചെയ്തു തന്നവൻ റബ്ബാ. വദ്കുറൂ ഖാലിഖൽ അനാം. നിന്റെ റബ്ബിനെ ഓർക്കാൻ നിനക്ക് സമയമുണ്ടോ? അല്ലാഹു എല്ലാം തരും. ഒരു സംശയവുമില്ല, നിസ്സംശയം പറയാം. അല്ലാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് ഒന്നിലും ബർക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജോലിയിൽ ശമ്പളം കിട്ടും, അതാ മാസം കഴിയുന്നതിന് മുമ്പ് തീർന്നു പോകും. പെണ്ണ് കെട്ടും, വീട്ടിലൊന്നും അടിയാ അല്ലെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര പ്രയാസങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഉസ്താദെ ഞാൻ എന്താ ചെയ്യുന്നത്? എത്രയോ ആളുകൾ സമീപിക്കാറുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് എത്ര ആളുകളാ ഉസ്താദെ ഞങ്ങളെ കുടുംബത്തിൽ വലിയ വിഷമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ആ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് പറ്റിയാൽ, അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ ചിന്ത ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമുക്ക് ഉണ്ടായാൽ, അള്ളാഹ് എന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ, തദ്ഖുലുൽ ജന്നത റബ്ബികും ബിസലാം. രക്ഷയോടെ നിനക്ക് സ്വർഗം നൽകാൻ കഴിയുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാല് നേട്ടം കിട്ടും, രക്ഷപ്പെടാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ്, നമ്മൾ ഈ പറഞ്ഞത് കേട്ടത് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ ഇൻഷാ അല്ലാഹ് ഈ മുഹറവുമായി ബന്ധപ്പെട്ട് വളരെ സുന്ദരമായ വിഷയങ്ങൾ
വരും ദിവസങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു നന്മ നിങ്ങൾ മറ്റുള്ളവനെ അറിയിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്യുന്നതിന് സമമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുമുഅ്മിനീങ്ങളെ, ഇതിൽ പ്രത്യേകം ഓർക്കാനുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്ന ആളുകളുണ്ട്. വലിയ ഒരു സാമ്പത്തികം മുടക്കിയിട്ട് അൽഹംദുലില്ലാഹ് അത് ചെയ്തു തന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇത് തുടങ്ങണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തപ്പോ, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്തു തരുന്ന ആളുകൾ, ഇതിന് സൗണ്ട് സംവിധാനം ചെയ്തു തന്ന ബദറുൻ തീരം എന്ന് പറയുന്ന വിശാലമായ മജ്ലിസ് നടത്തുന്ന ഷഫീഖ് ബദരി ബാഖവി എന്റെ വലിയൊരു സുഹൃത്തു കൂടെയാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ മജ്ലിസൊക്കെ അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഇതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരികയും നമ്മുടെ വയനാട് ജില്ലയിലെ 5-ാം മൈലിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട റിഷ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മഷൂദക്ക അത് വളരെ കൃത്യമായി സെറ്റ് ചെയ്തു തരികയും ഇത് വരുന്നതിന് മുമ്പ് ഇതിനുള്ള സൗണ്ട് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ. അള്ളാഹുവേ അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നീ കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഇവിടെ, അതുപോലെ തന്നെ ഈ സദസ്സിലേക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളെ ചോദിക്കേണ്ട, ഇതിലേക്കുള്ള സൗണ്ട് സിസ്റ്റം, മൈക്ക് സ്റ്റാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ മിക്സർ, ട്രൈപോഡ്, സ്പീക്കർ, ഇങ്ങനെ തുടങ്ങിയ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്ന ഒരാള്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ നമ്മുടെ കുന്നളം മഹല്ലിലുള്ള വീഡിയോ എടുക്കുമ്പോഴൊക്കെ സജീവ സാന്നിധ്യമായ റിജാസ് എന്ന് പറയുന്ന പൊന്നുപോന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അള്ളാഹു ഖൈറും ബറക്കത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, കൂടെ നിന്നവർ, അള്ളാഹുവേ അവരൊക്കെ ഒരു വലിയ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്തു തന്നതാണ്. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണേ അള്ളാഹുവേ. പ്രതിസന്ധികളിൽ നിന്ന്, വിഷമഘട്ടങ്ങളിൽ നിന്ന് അവർക്കൊക്കെ സലാമത്ത് കൊടുത്ത് ഖൈറിന്റെ വഴികളെ അവർക്കൊക്കെ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട വന്യനായ ഉപ്പടക്കമുള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗികളായിട്ട് കഴിയുന്ന എന്റെ ഭാര്യയുടെ അമ്മാവന്ന അടക്കമുള്ളവർ, അതുപോലെ തന്നെ ഈ വരുന്ന മാസത്തിലാണ്, അടുത്ത മാസത്തിലാണ് എന്റെ പ്രിയപ്പെട്ട വല്യമ്മയുടെ ആണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫാ കൊടുക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ ജോലി ചെയ്യുന്ന മഹല്ലത്തുകളിൽ അള്ളാഹു ഐക്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. സഹായിച്ച, സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട ദീനിന്റെ വഴികളിൽ നമ്മുടെയൊക്കെ അഭ്യുദയകാംക്ഷികളായിരുന്ന ആളുകൾക്ക് അള്ളാഹു ഖൈർ, ബറക്കത്ത്, സന്തോഷവും അഭിവൃദ്ധിയൊക്കെ നൽകി വിജയത്തിന്റെ വാതായനങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കട്ടെ. അള്ളാഹുവെ, അവരെ സ്നേഹിച്ചത് നിന്റെ ദീനിനെയാണ്, അതിന് പകരമായി അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായി ഇൻഷാ അല്ലാഹ് വ്യക്തമായി ഈ പരിശുദ്ധമായ മുഹറമിന്റെ ചരിത്രമുറങ്ങുന്ന മുഹറമിന്റെ ചരിത്രങ്ങൾ വളരെ കൃത്യമായി ഇൻഷാ അല്ലാഹ് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ, അത് നിങ്ങൾ മനസ്സിലാക്കണം, ഷെയർ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.